നമുക്ക് 7ാം ക്ലാസ്സിലെ ഹിന്ദീൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഗഡ്പടെ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖെ. ഖണ്ഡിക വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. बरसात के समय पानी का संचय करना है, इससे भूजल भंडार भी सुरक्षित रहेगा. तब हमें ज़रूरत के समय पानी की कोई कमी नहीं आएगी. यदि हमने जल चक्र का ठीक उपयोग नहीं किया तो हम पानी के चक्र में फंसते चले जाएंगे. പറഞ്ഞിരിക്കുന്നത് മഴക്കാലത്ത് നാം വെള്ളം സംരക്ഷിക്കണം. ഇത് ഭൂഗർഭ ജലശേഖരണത്തെയും സംരക്ഷിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജലക്ഷാമം നേരിടേണ്ടി വരില്ല. ജലചക്രം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ജലപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് തുടരും. നമുക്ക് ചോദ്യം നോക്കാം. പാനിക്ക് കവി സെ ബച്ചനെ കെ ലിയെ ഹമേं ക്യാ കർനാ ചാഹിയെ. ജലക്ഷാമം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഭൂഗർഭജലം സംരക്ഷിക്കണം. ഭൂജൽ ഭണ്ഡാർക്കെ സുരക്ഷിത് രഖ്നാ ചാഹിയെ. അടുത്തത് जल चक्र का ठीक उपयोग नहीं करने पर क्या होगा. ജലചക്രം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും? നമ്മൾ ജലപ്രശ്നത്തിൽ കുടുങ്ങിപ്പോകും അല്ലേ? പാനിക്ക് ചക്മേം ഫസ്തേ ചലേ ജായെങ്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗഡ് के अनुसार बरसात होने पर हमें क्या करना चाहिए. മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മഴവെള്ളം ശേഖരിക്കണം അല്ലേ? बरसात के पानी का संचयन करना चाहिए. नेक्स्ट जल संरक्षण विषय पर एक संकेत पट तैयार करें. ജലസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് സൈൻ ബോർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. ജൽ ഹി ജീവൻ ഹെ, പാനി ഹി ഹർ ബൂത്ത് ബച്ചായേ, കൽ കോ ഖുശ്ഹാൽ ബനായേ, ജൽ സംരക്ഷൺ ദേശ് രക്ഷൺ. രണ്ടാമത്തെ ആക്ടിവിറ്റി കവിതാംശ് പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖെ. കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. മാ തും കിത്നി ബോലി ബാലി, കിത്നി പ്യാരി പ്യാരി ഹോ, ദിൽ സെ സച്ചി മിസ്രി ജൈസി, സാരേ ജഗ് സെ ന്യാരി ഹോ. അമ്മ നീ വളരെ നിഷ്കളങ്കതയും സുന്ദരിയുമാണ്. നീ ഹൃദയത്തിൽ യഥാർത്ഥ പഞ്ചാര പോലെയാണ്. മുഴുവൻ ലോകത്തിൽ നിന്നും നീ വ്യത്യസ്തയാണ്. നമുക്ക് ചോദ്യം നോക്കാം. സോർ ജഗ് സേ ന്യാരി ഹോ ക്യാ ക്യാ അർത്ഥ ഹെ. നിങ്ങൾ മുഴുവൻ ലോകത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? മാ ദുനിയാ മേ സബ്സെ അലഗ് ഓർ അനോഖി ഹെ. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തവും അതുല്യമായ വ്യക്തിയാണ് അമ്മ. അടുത്തത് കവിതക്ക് ആശയ ലിഖെ. കവിതയുടെ ആശയം ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. इस कविता का आशय यह है कि माँ बहुत ही भोली प्यारी और साफ दिल की होती है. वह मिस्री जैसी मिट्टी और प्यारी होती है तथा पूरी दुनिया में सबसे अनोखी और श्रेष्ठ होती है. അടുത്ത മൂന്നാമത്തെ साफ सफाई के अंबल गाँव लेक का यह अंश पढ़े और प्रश्नों के उत्तर लिखे. इस छोटे से गाँव में प्लास्टिक पूरी तरह की प्रतिबंधित है. पूरे गांव में जहर बांस से बने हुए डस्टबिन लगाए गए हैं. महिला पुरुष और बच्चे समेत किसी भी गांव वाले के अगर कहीं गंदगी नज़र आती तो वे फौरन सफाई में ലഗ് ജാത്തേ ഹെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഗ്രാമത്തിലുടനീളം മുള കൊണ്ടുള്ള ചവറ്റുകൊട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എന്നിവരുൾപ്പെടെ ഏതെങ്കിലും ഗ്രാമീണർ ഏതെങ്കിലും അഴുക്ക് കണ്ടാൽ അവർ ഉടനെ തന്നെ അത് വൃത്തിയാക്കാൻ ചാടിക്കയറും. നമുക്ക് ചോദ്യം നോക്കാം. ഗഡ് കെ ആധാർ പർ മവലിയോങ് ഗാവ് മേം കോൺ കോൺ സഫായി മേ ലഗ് ജാത്തേ ഹെ. എന്താ പറഞ്ഞിരിക്കുന്നത്? മാലോക് ഗ്രാമത്തിൽ ആരാണ് വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുചീകരണത്തിൽ ഏർപ്പെടുന്നത്? മഹിള, പുരുഷ, കർമ്മചാരി, ബച്ച്. അതിൻ്റെ ആൻസർ മഹിള, പുരുഷ്, ബച്ച്. ഓപ്ഷൻ 4 വരും. അടുത്തത് പ്ലാസ്റ്റിക് पर्यावरण प्रदूषण को बढ़ाने वाली चीज़ है. यह संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കരെ. പ്ലാസ്റ്റിക് ഒരു മലിനീകരണ വസ്തുവാണ്. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ സൃഷ്ടിക്കുക. നെക്സ്റ്റ് सूचना गडपड़े और प्रश्नों के उत्तर लिखे. सरोजिनी नायडू भारत कोकिला के नाम से प्रसिद्ध महान कवयित्री और स्वतंत्रता सेनानी थी. उसका जन्म 13 फरवरी 1879 में हैदराबाद में हुआ था. उन्होंने अपनी कविताओं में भारतीय
जीवन और संस्कृति को दर्शाई उनकी प्रमुख रचना दी ब्रोकन वीक है। उनकी मृत्यु 1949 में हुआ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ വാനമ്പാടി അറിയപ്പെടുന്ന സരോജിനി നായിഡു ഒരു മഹാകവിയും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1879 ഫെബ്രുവരി 13 ഹൈദരാബാദിൽ ജനിച്ച അവർ ഇന്ത്യൻ ജീവിതത്തെയും സംസ്കാരത്തെയും തൻ്റെ കവിതകളിൽ പ്രതിഫലിപ്പിച്ചു. അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ കൃതി ദ ബ്രോക്കൺ വീക്ക് 1949 അന്തരിച്ചു. നമുക്ക് ചോദ്യം നോക്കാം. ഗഡ് കെ ആധാർ പർ പ്രൊഫൈൽ തയ്യാർ കരെ. പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സരോജിനി നായിഡു ജന്മ 13 ഫെബ്രുവരി 1879. അടുത്തത് जन्मस्थान हैदराबाद. कैशोत महान कवयित्री और स्वातंत्र्य सेनानी. मृत्यु 1949. अंजामतद यह दर्जी से उस किसान की कविता की ये पंक्तियाँ पढ़े और प्रश्नों के उत्तर लिखे. नए वर्ष में नई फसल के दर अनका लग जाता है. यह धरती है उस किसान की नहीं, राव की नहीं, रंग की नहीं, किसकी नहीं, किसकी धरती है കേവൽ കിസാൻ की. എന്താ പറഞ്ഞിരിക്കുന്നത്? പുതുവർഷത്തിൽ പുതിയ വിളയിൽ നിന്ന് ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ വിളയുന്നു. ഈ ഭൂമി കർഷകൻ്റേതാണ്, രാജാവിൻ്റേതല്ല, ദരിദ്രൻ്റേതല്ല, ആരുടേതുമല്ല, മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. ഈ ഭൂമി കർഷകൻ്റേതാണ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഉൻകാ ദേർ കബ് ലഗ് ജാത്താ ഹെ. ധാന്യം കുന്നുകൂടുന്നത് എപ്പോഴാണ്? നയി വർഷമേ നഹി ഫസൽ ആനെ പർ उनका देर लग जाता है. നെക്സ്റ്റ് കവിതാംശ ആധാർ പർ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. കവിതയെ അടിസ്ഥാനമാക്കി 2 ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. യഹ് ധർത്തി കിസാൻ കി ഹെ. യഹ് ധർത്തി കേവൽ രംഗ് കി നഹി ഹെ. നെക്സ്റ്റ് യഹ് ധർത്തി ഉസ് കിസാൻ കി ഹെ और किसी की नहीं है. यह आशय वाली 2 पंक्तियाँ चुनकर लिखे. नहीं किसी की नहीं, किसी की धरती के केवल किसान की. അടുത്തത് യഹ് ധർത്തി है उस किसान की कविता का यह अंश पढ़े और प्रश्नों के उत्तर लिखे. देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है. मिट्टी के ही अंशतल में अपने तन की गात मिलाकर मिट्टी को जीवित रखता है, गुद जीता है. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. എന്താ പറഞ്ഞിരിക്കുന്നത്? മണ്ണിലുറങ്ങുന്നത് ഞാൻ സ്വപ്നം കാണുന്നു, അവൻ മണ്ണിനെ സൃഷ്ടിക്കുന്നു. മണ്ണിൻ്റെ ഉള്ളിൽ തന്നെ ശരീരത്തിൽ നിന്ന് വെള്ളം ചേർത്ത് അവൻ മണ്ണിനെ ജീവനോടെ നിലനിർത്തുന്നു. അവൻ തന്നെ ജീവിക്കുന്നു. ഈ ഭൂമി കർഷകൻ്റേതാണ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കവിതാംശ में स्वस्थ के लिए प्रयुक्त शब्द कौन सा है. കവിതയിൽ സ്വപ്നം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? സപ്ന. കവിതാംശ के आधार पर दो सही प्रस्ताव चुनकर लिखे. കവിതയെ അടിസ്ഥാനമാക്കി 2 ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ये धरती किसान की है, किसान मिट्टी की महिमा गाता है. नेक्स्ट मिट्टी में ही सुख समृद्धि का सपना देखता है, वो अपनी मिट्टी ही महिमा और महत्व के समझाते हैं. यह आशय वाली 2 पंक्तियाँ चुनकर लिखे. മണ്ണിൽ തന്നെ സന്തോഷവും സമൃദ്ധിയും സ്വപ്നം കാണുന്നു, അവരുടെ മണ്ണിൽ മഹത്വവും പ്രദാനം ചെയ്യുന്നു, അവർ മനസ്സിലാക്കുന്നു. ഈ അർത്ഥം വരുന്ന 2 വരികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്ന, മിട്ടി കി മഹിമ ഗാത്താ ഹെ. നെക്സ്റ്റ് സൂചന. പോസ്റ്റർ പഠിയോ പ്രശ്നമൊക്കെ ഉത്തർ ലിഖെ. ആ പോസ്റ്റർ വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. സഫായി കാര്യക്രम സ്ഥാൻ പഞ്ചായത്ത് ബച്ച ഉദ്ഘാടൻ മഹനീയ പഞ്ചായത്ത് അധ്യക്ഷ താരിഖ് 15/8/2025. सहयोग पंचायत SPC सरली हिंदी सभा के महात्म्य GUP एस पालक्काड. पोस्टर्स स्कूल सुरली सभा के द्वारा तैयार किया है. ഈ പോസ്റ്റർ സ്കൂൾ സുർലി സഭയാണ് തയ്യാറാക്കിയത്. സുർലി ഹിന്ദി സഭ के में सफाई कार्यक्रम कहाँ हुआ. സുർലി ഹിന്ദി സഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ പരിപാടി എവിടെയാണ് നടത്തിയത്. അടുത്തത് പോസ്റ്റർ के आधार पर रिपोर्ट तैयार करें. പോസ്റ്ററിനെ അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. സുർലി ഹിന്ദി സഭ के में सफाई कार्यक्रम पंचायत बाजार में हुआ. അടുത്തത് നമുക്ക് റിപ്പോർട്ട് നോക്കാം.
അപ്പോൾ ഇതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.